നമസ്കാരം, അസ്സലാമു അലൈക്കും. ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡ്രൈ ഫാസ്റ്റിങ്ങിനെ കുറിച്ചാണ്. ഡ്രൈ ഫാസ്റ്റിംഗ് എന്ന് കേട്ടിട്ട് ആരും അത്ഭുതപ്പെടേണ്ട. കേൾക്കാത്തൊരു നെയിമായിരിക്കും അല്ലേ? അധികം ആരും കേൾക്കാത്തൊരു നെയിമായിരിക്കും ഡ്രൈ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ മുസ്ലിംസ് എടുക്കുന്ന അതേ ഫാസ്റ്റിംഗ് രീതി തന്നെയാണ് ഡ്രൈ ഫാസ്റ്റിംഗ്. വെള്ളമോ ഭക്ഷണമോ ഒന്നും കഴിക്കാതെ കുറേ നേരം ഫാസ്റ്റിംഗ് എടുക്കുക, അതാണ് ഡ്രൈ ഫാസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഡ്രൈ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഡ്രൈ ഫാസ്റ്റിംഗ് എന്താണ്, അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യും, പിന്നെ ഫാറ്റായിട്ടൊക്കെ സ്റ്റോർ ചെയ്യും. ഡ്രൈ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ കുറേ മണിക്കൂറുകൾ, അതായത് ഒരു 13-14 മണിക്കൂറുകൾ നമ്മൾ ഭക്ഷണവും വെള്ളവും ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂട്രിയൻസ് ഒട്ടും ഉണ്ടാകത്തില്ല. ഇപ്പം വൈറ്റമിൻസും മിനറൽസും ഒന്നും ഉണ്ടാകത്തില്ല. വെള്ളത്തിലാണെങ്കിലും ട്രേസ് മിനറൽസൊക്കെ കുറേ ഉണ്ടാവും. ബോഡിക്ക് നിലനിൽക്കണം. അതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കാനായിട്ട് ബോഡി നോക്കും. മെയിനായിട്ട് ഗ്ലൈക്കോജൻ സ്റ്റോഴ്സ് ആണ് ബോഡിയിലുള്ളത്. കാർബോഹൈഡ്രേറ്റ് ഒരുപാട് നമ്മൾ കഴിക്കുന്നതുകൊണ്ട് അത് ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യും. അതുപോലെ ഫാറ്റ് സ്റ്റോഴ്സും ഉണ്ടാവും. ഈ ഗ്ലൈക്കോജനിൽ നിന്ന് മാക്സിമം കാലറി, കാർബോഹൈഡ്രേറ്റ് വലിച്ചെടുക്കാനായിട്ട് ബോഡി നോക്കും. അങ്ങനെ ഗ്ലൈക്കോജൻ സ്റ്റോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും അത് ഫാറ്റിൽ നിന്ന് വലിച്ചെടുക്കാനായിട്ട് നോക്കും. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ബോഡിയിലോട്ട് എത്തണമെങ്കിൽ നമ്മുടെ ബോഡി സ്റ്റാർവേഷൻ മോഡിൽ എത്തിയേ പറ്റുള്ളൂ. അപ്പോൾ ഡ്രൈ ഫാസ്റ്റിംഗ് വഴി ബോഡി ഒരു സ്റ്റാർവേഷൻ മോഡിലോട്ടാണ് ഫസ്റ്റിൽ കൊണ്ടുപോകുന്നത്. ഈ ഗ്ലൈക്കോജൻ സ്റ്റോഴ്സും ഫാറ്റ് സ്റ്റോഴ്സും ഒക്കെ കംപ്ലീറ്റ് കഴിയുമ്പോൾ എന്താ പറ്റുക? ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി വെയിറ്റ് റിഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ വെയിറ്റ് റിഡ്യൂസ് ആകും. അതുപോലെ തന്നെ ബെല്ലി ഫാറ്റ് കുറയാനും ബോഡിയിലെ ഫാറ്റ് കണ്ടൻറ്റ് കുറയാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഡ്രൈ ഫാസ്റ്റിങ്ങിൽ നമുക്ക് ബോഡിക്ക് പ്രയോജനകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഓട്ടോഫാജി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. ഓട്ടോഫാജി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സെൽസിനെ റീജനറേറ്റ് ചെയ്യുക. അതായത് സെൽസൊക്കെ കുറേ ഡാമേജ് സെൽസൊക്കെ നമ്മുടെ ബോഡിയിലുണ്ടാവും. ഈ ഡാമേജ് സെൽസിനെയൊക്കെ മാറ്റിയിട്ട് പുതിയ സെൽസ് വരാനായിട്ട് ഈ ഡ്രൈ ഫാസ്റ്റിംഗ് സഹായിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബെനഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡ്രൈ ഫാസ്റ്റിങ്ങിൽ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, ഇത് കൊളസ്ട്രോൾ ലെവൽ റെഡ്യൂസ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാട് നല്ലതാണ് ഡ്രൈ ഫാസ്റ്റിംഗ്. ആൻറ്റി ഏജിങ്ങിന് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ ബ്രെയിനിൻ്റെ ഹെൽത്തിനും നെർവസ് സിസ്റ്റത്തിൻ്റെ ഹെൽത്തിനും ഒക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ് ഈ ഡ്രൈ ഫാസ്റ്റിംഗ് ചെയ്യുന്നത്. ഹോർമോണൽ ഇംബാലൻസ് മാറ്റുന്നതിന് ഡ്രൈ ഫാസ്റ്റിംഗ് സഹായിക്കുന്നുണ്ട്. ഇത് ഗ്ലൂക്കോഗോണിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയും അതുപോലെ സ്ട്രെസ് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അറിയാമല്ലോ, സ്ട്രെസ് ഹോർമോൺസ് ഒരുപാട് ആയിക്കഴിഞ്ഞാൽ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ സ്ട്രെസ് ഹോർമോൺസ് റെഡ്യൂസ് ചെയ്യുന്നത് മൂലം വെയിറ്റ് റിഡക്ഷൻ സാധ്യമാവുകയും ചെയ്യും. നമ്മുടെ ബോഡി ഏറ്റവും കൂടുതൽ എനർജി യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ഡൈജഷനാണ്. ഭക്ഷണം എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക, ആ ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് എനർജി യൂസ് ചെയ്യുന്നുണ്ട്. ഡ്രൈ ഫാസ്റ്റിങ്ങിൽ ഫുഡും വാട്ടറും ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനർജിയും യൂസ് ചെയ്യുന്നില്ല. ഡൈജഷനൊന്നും ഇല്ലല്ലോ, അപ്പോൾ എനർജി യൂസ് ചെയ്യുന്നില്ല. ഈ എനർജി ബാക്കിയുള്ള പ്രോസസ്സിന് യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതായത് ഗ്രോത്ത്, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബിൽഡപ്പ്, ഇതുപോലെ ഒരുപാട് പ്രോസസ്സ് വേണ്ടിയിട്ട് ഈ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. അത് തന്നെ ഡ്രൈ ഫാസ്റ്റിങ്ങിൻ്റെ ഒരു നല്ലൊരു ബെനിഫിറ്റാണ്. 2 തരം ഡ്രൈ ഫാസ്റ്റിംഗ് ആണുള്ളത്. സോഫ്റ്റ് ഡ്രൈ ഫാസ്റ്റിങ്ങും ഹാർഡ് ഡ്രൈ ഫാസ്റ്റിങ്ങും. സോഫ്റ്റ് ഡ്രൈ ഫാസ്റ്റിങ്ങിൽ വാട്ടറുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നുണ്ട്. അതായത് ബ്രഷ് ചെയ്യാം, കുളിക്കാം, ഇതൊക്കെ ചെയ്യാം. നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നില്ലെങ്കിലും, വാട്ടർ ഇൻടേക്ക് ചെയ്യുന്നില്ലെങ്കിലും ബാക്കിയുള്ള പ്രോസസ്സ്, വാട്ടറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്ന പുറമെയുള്ള പ്രോസസ്സൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഹാർഡ് ഡ്രൈ ഫാസ്റ്റിങ്ങിൽ വാട്ടറുമായിട്ട് ഒരു കോണ്ടാക്റ്റും വരുന്നില്ല. അതായത് ബ്രഷ് ചെയ്യാൻ പറ്റില്ല, കുളിക്കാൻ പറ്റില്ല. അത് ഞങ്ങൾ അധികം റെക്കമെൻഡ് ചെയ്യാറുമില്ല. സോഫ്റ്റ് ഡ്രൈ ഫാസ്റ്റിംഗ് മാത്രമാണ് റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. അതാണ് നല്ലതും. ഇനി എത്ര മണിക്കൂറാണ് ഡ്രൈ ഫാസ്റ്റിംഗ് എടുക്കേണ്ടത്? സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ളവർ, ഇപ്പോൾ ഒരു ഫാസ്റ്റിങ്ങും എടുക്കുന്നില്ല, നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഡയറക്റ്റ് ഡ്രൈ ഫാസ്റ്റിങ്ങിലോട്ട് വരരുത്. അവർ ആദ്യം ഡിറ്റോക്സ് ഡയറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തതിന് ശേഷം മാത്രമേ ഡ്രൈ ഫാസ്റ്റിങ്ങിലോട്ട് വരാൻ പാടുള്ളൂ. ആദ്യമായിട്ട് എടുക്കുന്നവർ 10 മുതൽ 12 മണിക്കൂറൊക്കെ ആദ്യം എടുക്കാം. പിന്നീട് ഒരു 14 മണിക്കൂർ വരെ ഡ്രൈ ഫാസ്റ്റിംഗ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഫാസ്റ്റിംഗ് എടുക്കേണ്ട രീതിയൊക്കെ മനസ്സിലായല്ലോ അല്ലേ? വെള്ളവും ഫുഡും ഒന്നും പാടില്ല. രാവിലെ നമ്മൾ ഏത് സമയത്താണ് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ആ സമയം മുതൽ 14 മണിക്കൂർ
ഫാസ്റ്റിംഗ് എടുക്കുക. ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കഴിക്കേണ്ടത്? ജസ്റ്റ് വാട്ടർ വെച്ചിട്ട് മാത്രമേ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതിന് ശേഷം പ്ലെയിൻ വാട്ടർ ആട്ടോ ഉദ്ദേശിച്ച്, നാരങ്ങാവെള്ളം അങ്ങനത്തെ ഒന്നും പാടില്ല. പ്ലെയിൻ വാട്ടർ വെച്ചിട്ട് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട് ജ്യൂസസ് യൂസ് ചെയ്യാം, വെജിറ്റബിൾ സൂപ്പ് യൂസ് ചെയ്യാം, ഓട്സ് യൂസ് ചെയ്യാം, റാഗി യൂസ് ചെയ്യാം. കഴിയുന്നത്ര അരി ആഹാരം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഗോതമ്പിൻ്റെ യൂസ് ചെയ്യാവുന്നതാണ്. ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ന്യൂട്രീഷണലി അഡിക്വേറ്റ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രൂട്ട്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം, നട്ട്സ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ വെജിറ്റബിൾസ് യൂസ് ചെയ്യാം. പയറുവർഗ്ഗത്തിൽ ഏതെങ്കിലും ഒരു പയറുവർഗ്ഗങ്ങൾ ആ സമയം ഇൻക്ലൂഡ് ചെയ്യാം. സീരിയൽസിൽ ഓട്സ്, റാഗി അല്ലെങ്കിൽ വീറ്റ് ഇതൊക്കെ യൂസ് ചെയ്യാം. റൈസ് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. നോമ്പിനൊക്കെ നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തും കഴിക്കുമല്ലോ, നമ്മൾ ഫ്രൈഡ് ഐറ്റംസും ഒക്കെ കഴിക്കും. പക്ഷേ ഈ ഡ്രൈ ഫാസ്റ്റിങ്ങിൽ അതൊന്നും പാടില്ല. ഇത് മെയിനായിട്ട് വെയിറ്റ് റെഡ്യൂസ് ആകാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം എപ്പോഴും ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട്. എപ്പോഴും കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കുന്നത് നിർത്താം. അതൊന്നും പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. രാത്രി വരെ ഡ്രൈ ഫാസ്റ്റിങ്ങിൽ കഴിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. പിന്നെ പിറ്റേ ദിവസം നമ്മൾക്ക് നോൺ ഫാസ്റ്റിംഗ് ഡേ ആയിരിക്കുമല്ലോ, അപ്പോൾ പ്രോബ്ലം ഇല്ല, ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ യൂസ് ചെയ്യാമല്ലോ. ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും ഡ്രൈ ഫാസ്റ്റിംഗ് എടുക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് വെയിറ്റ് റിഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, അവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഡ്രൈ ഫാസ്റ്റിംഗ്. ഇൻ്റർനാഷണലി ഒക്കെ ആണെങ്കിലും ഒരുപാട് ബോളിവുഡ് സ്റ്റാർസും ഒക്കെ എടുക്കുന്നുണ്ട് ഡ്രൈ ഫാസ്റ്റിങ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു നല്ല ഫാസ്റ്റിംഗ് ആണ്. മുസ്ലിംസിന് ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം അവർ ഓൾറെഡി എപ്പോഴും എടുക്കുന്നതുകൊണ്ട്. ഇപ്പം മിക്കവരും തന്നെ ആഴ്ചയിൽ തിങ്കളും വ്യാഴമൊക്കെ നോമ്പെടുക്കുന്നവരുണ്ടാവും അല്ലേ, അപ്പോൾ അവർക്കൊന്നും അത്ര ബുദ്ധിമുട്ട് വരില്ല. അല്ലാത്തവർക്ക് പെട്ടെന്ന് ചാടിക്കയറി ഡ്രൈ ഫാസ്റ്റിംഗ് എടുക്കരുത്. ഭക്ഷണമൊക്കെ കുറച്ചിട്ട് വേണം. ആദ്യമേ ഭക്ഷണം കുറച്ചിട്ട് ഒരു ഡയറ്റ് എടുക്കുക. അതിനുശേഷം ഡിറ്റോക്സ് ഡയറ്റ് ട്രൈ ചെയ്യാം, വാട്ടർ ഫാസ്റ്റിംഗ് ട്രൈ ചെയ്യാം. എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഡ്രൈ ഫാസ്റ്റിങ്ങിലോട്ട് വരാവുള്ളൂ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഡ്രൈ ഫാസ്റ്റിംഗ് എടുക്കുന്ന ദിവസം ഇൻറ്റൻസീവ് ആയിട്ടുള്ള വർക്കൗട്ട് പറ്റില്ല. യോഗ, ചെറിയ ലൈറ്റായിട്ടുള്ള യോഗ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുക. ഇൻറ്റൻസീവ് ആയിട്ടുള്ള വർക്കൗട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇനി ഇത് ആരൊക്കെയാണ് എടുക്കാൻ പാടില്ലാത്തത്? പ്രഗ്നൻറ്റ് ലേഡീസ് ഇത് എടുക്കാൻ പാടില്ല. അതുപോലെ ലാക്ടേറ്റിംഗ് വിമൻസ്, കുട്ടികൾക്ക് പാൽ കൊടുക്കുന്ന അമ്മമാർ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. കാർഡിയാക് ട്രബിളോ ഡയബറ്റീസ്, ഹൈ ഡയബറ്റീസോ ഇങ്ങനെ ഒക്കെ ഉള്ളവർ, അതുപോലെ റീനൽ ഫെയിലിയർ, ഡയാലിസിസ് ചെയ്യുന്നവർ, ഇങ്ങനെയുള്ളവർക്കൊന്നും ഈ ഫാസ്റ്റിങ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ളവർ, UTI ഉള്ളവർക്കും ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇനി എന്തെങ്കിലും ഡിസീസ് ഉള്ളവരാണെങ്കിൽ, പ്രത്യേകിച്ച് എന്തെങ്കിലും ഫിസിക്കൽ കണ്ടീഷൻ മോശമായിട്ടുള്ളവരാണെങ്കിൽ, അവർ ഡോക്ടറുടെ റെക്കമെൻഡേഷൻ പ്രകാരം മാത്രമേ ഡ്രൈ ഫാസ്റ്റിംഗ് എടുക്കാൻ പാടുള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഡ്രൈ ഫാസ്റ്റിങ്ങിനെ കുറിച്ചുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ഞാൻ ഉടനെ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ rinasudhir@gmail.com എന്ന മെയിൽ ID-യിലോട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.